സർവജ്ഞാവിടമാം ദേവാനീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേകണമേ. എൻ്റെ വീതികളിൽ നീ ദീപമായിരണേ. ദൈവമേ ഞാനിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തോകണമേ. താങ്ക് യു മാം. ഇന്ന് ഇംഗ്ലീഷ് ആണോ? കഴിഞ്ഞ ഇതില് പറഞ്ഞിരുന്നില്ലേ തിങ്കളാഴ്ച ജിഷ മാം ലീവ് ആവും, ഇംഗ്ലീഷ് ആവും എന്നുള്ളത്. ഞാനേ ക്ലാസ് തുടങ്ങിയ കാര്യം അറിഞ്ഞില്ല കേട്ടോ, അതാ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. അല്ല ജിഷാ മിസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ പ്രയർ ചൊല്ലിയ വേഗം. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. 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 ഓക്കെ, മോർണിംഗ് ടു ഓൾ. എന്ത് പണിയാണ് കാണിച്ചു നോക്കിയേ. ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ പ്രയർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കുറച്ച് കാര്യമില്ല, കേട്ടോ. എന്റെ ക്ലാസ് ആണെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ ആ ഒരു മൺഡേ അത് ഇന്നായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ജിജി കുറച്ച് പ്രയർ എഴുതിയിട്ടുണ്ട്. അതിൽ ഓടി വന്ന് ഞാൻ നിങ്ങൾ പാട്ട് കേട്ടാ വന്നേ, ഓടി വന്ന് റെക്കോർഡ് ഓൺ ചെയ്തു. അറിഞ്ഞില്ലായിരുന്നു മാം, അതുകൊണ്ടാട്ടോ. സോറി. കുഴപ്പമില്ല. ജിഷംസിന് ക്ലാസ് ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഓൾറെഡി റെക്കോർഡ് ഓൺ ആയിരിക്കും. മിസ്സിന് എനിക്ക് മുന്നേ ക്ലാസ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഓഫീസിൽ അങ്ങനെയല്ല. 11:30 വരെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ക്ലാസ്സിൽ അങ്ങനെ പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ജിഷംസ് ആണെന്ന് വിചാരിച്ചിട്ടില്ല, കുഴപ്പമില്ല. കഴിഞ്ഞോ എല്ലാനും പ്രയർ കഴിഞ്ഞു? ഓരോരുത്തരെ കഴിഞ്ഞോ? ഉണ്ടെന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? അതാ കഴിഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല മിസ്, ആകെ വേറെ കഴിഞ്ഞിട്ടുള്ളൂ. ആ പറയൂ, അപ്പൊ ബാക്കിയൊന്നും പറയട്ടെ. പറയണ്ട, പോട്ടെ. ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ? പെട്ടെന്ന് ഇംഗ്ലീഷ് വന്നപ്പോ ഒന്ന് ഞെട്ടി. കാരണം ബാലൻസ് ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? നിനക്ക് തോന്നിയോ? മിസ്സേ, തോട്ട് ഞാൻ പറയാം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വളരെയധികം അറിവോ സൗന്ദര്യമോ ശരീര ശക്തിയോ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് ഹൃദയം നിറയെ സ്നേഹവും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ക്ഷമയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരിക്കുക എന്നതാണ്. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, എന്തെങ്കിലുണ്ടോ? സൈൻ ഇന്ന് വേണമെങ്കിൽ അത് ഞാൻ പറയാം. സുഖത്തിലിരിക്കുമ്പോൾ നീ ദൈവത്തിനെ ഓർക്കുക, എങ്കിൽ ദുഃഖിക്കുമ്പോൾ ദൈവം നിന്നെയും ഓർക്കും. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. സൈൻ ഇൻ ചെയ്ത്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? എന്താണ് ടീച്ചറിന് ഭയങ്കര സന്തോഷമാണല്ലോ. അല്ല മിസ്, ഞാന് ക്ലാസ് തുടങ്ങുമ്പോഴേ ചോദിച്ചെല്ലാരോടും ആരാ പ്രയർ, ആരാ സൈൻ ഇൻ, തോട്ട് ആരും ഇല്ല. അപ്പൊ ഡിറ്റി പറഞ്ഞു പ്രയർ ഡിറ്റിന്ന്. പിന്നെ ബാക്കി ആർക്കും ഒന്നും പറയാനില്ല. അപ്പൊ പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ദിവസം ഒരു പ്രയറും തോട്ടും സൈൻ ഇൻ എല്ലാം ഞാൻ തന്നെ പറയേണ്ടി വരും തോന്നുന്നു. മിസ്സിന്റെ മോട്ടിവേഷൻ കാരണം കേട്ടാ. എന്നാ ചെയ്യണ്ടേ?
മിസ്സിന്റെ ഡാൻസ് എല്ലാം കണ്ടിട്ടാ ഇൻസ്റ്റഗ്രാം അല്ല എന്തിട്ടാ മറ്റേ അതില് സൂപ്പർ ആയിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? മിസ് ഇതിനകത്ത് ഇൻസ്റ്റയില് കണ്ടു, വീഡിയോസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ മിസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടിട്ടാ സ്റ്റാർട്ടിങ് മുതൽ രാത്രി 12-1 മണി വരെ ആയത് അറിഞ്ഞിട്ടില്ല. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാന്. ഡാൻസ് ഫുൾ എല്ലാ ഡാൻസും കൊള്ളായിരുന്നു. മിസ്സാണ് പഠിപ്പിച്ചേ? ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് 2 പേരില്ലേ, ഞാനും വേറെ മിസ്. മിസ് പണ്ടത്തേനേക്കാളും സുന്ദരി ഇപ്പോഴേട്ടോ. മിസ്സും തല ഇടിച്ചു, ഭിത്തിയെ തല ഇടിച്ചു. അല്ല മിസ്സേ, സത്യനോ പറഞ്ഞു. ഞാനും ആതിര മിസ്സും കൂടെ പഠിപ്പിക്കുന്നുണ്ടാ. എനിക്ക് തോന്നിയ മിസ് എല്ലാ ഡാൻസിനും നിങ്ങൾ രണ്ടും ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടപ്പോ. ഫ്രണ്ടിലാ മിസ്, 2 മിസ്സും ഫ്രണ്ടിലാ ഉള്ളത്. ഞാൻ പ്രതീക്ഷ കയറിയത് എന്തായാലും എല്ലാ ക്ലാസ്സിലും കയറുമ്പോ തന്നെ എനിക്ക് പറയാം, ഷുവറാണ്. രാവിലെ ഒന്നും കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ കേൾക്കട്ടെ, നല്ലതാണ്, സന്തോഷം, കേട്ടതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ ഡാൻസ് വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, കാരണം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, വ്യൂസ് ഉണ്ട്. മിക്കവാറും വീഡിയോസിന് വരും, കാണാനും നല്ല വീഡിയോസ് അല്ല ഡാൻസ് ഒക്കെ തന്നെ. ഓക്കെ, എല്ലാം ഓക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അത് ജാനുവരി 10th കോൺവെക്കേഷൻ ആയിരുന്നേ. ഇനിയിപ്പോ ഈ സാറ്റർഡേ കോൺവെക്കേഷൻ ഉണ്ട്. മാം, ഞങ്ങളുടെ കോൺവെക്കേഷൻ ഇങ്ങനെയൊക്കെ കാണുമോ? എന്താ പറയാനുണ്ടോ? MT എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആണല്ലേ. MT സ്റ്റുഡൻസിന്റെ നമ്മുടെ ടീച്ചേഴ്സ് ഡാൻസ് ഉണ്ടാവും, അത് കൂടാതെ നമ്മുടെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഉണ്ടാവും. MT അങ്ങനെയാണ് ഒരുപാട് പ്രോഗ്രാംസ് MT സ്റ്റുഡൻസിന് കാണാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തോട്ടോ. ഡാൻസ് എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രസമാണ്. മിസ് സാരിയൊക്കെ ഉടുത്തിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും ടീച്ചറാണെന്ന് തോന്നാട്ടോ. മിസ് ആ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഊരി വീണല്ലോ, അത് സങ്കടായിട്ടാ കണ്ടപ്പോ. എന്തോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഊരി വീണ് നിങ്ങളെന്താ ഒരു സ്ലിപ്പായി പോയില്ലേ? ഒരു ബീച്ചിന്റെ സൈഡിൽ നിന്ന് ഹസ്ബൻഡ് ഫോട്ടോ എടുത്തപ്പോ മണ്ണ്. അതൊക്കെ കണ്ടോ, അതൊക്കെ പണ്ടത്തെയാണ്. 80 വർഷം പഴക്കം. അത് മനഃപൂർവ്വം ചെയ്താ ചുമ്മാ. അത് പക്ഷെ വീണു, പക്ഷെ നല്ല രസമായിരുന്നു. ഒരുപാട് മുന്നാട്ടോ, 2018 ആണ്. ഞാന് മിസ്സിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഉറങ്ങാൻ ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഏതായാലും കാണാൻ നിന്നല്ലോ, അപ്പൊ ഫുള്ള് കണ്ടിട്ടൊന്ന് എന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. മിസ്സേ, ഫോളോ ചെയ്യാത്ത കച്ചവടമില്ലല്ലോ. പറഞ്ഞില്ല കേട്ടോ, ഞാൻ അറിയില്ല. കുറെ സ്റ്റുഡൻസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം ഇവന്റെ പറയുന്ന കേട്ടിട്ട് ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, മിസ് ആക്സെപ്റ്റ്. മിസ്സിന് നമ്മുടെ വിവരങ്ങളിലേക്ക് എത്തിക്കും. എവിടേക്കോ എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് വരുമ്പോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. സ്റ്റുഡൻസ് ആണോന്ന് ഉറപ്പ് വരുത്തിട്ട് മാത്രമേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോസ് ഫുള്ള് ചെക്കിംഗ് ആണ് പരിപാടി. നടക്കട്ടെ. ഓക്കെ, ഒരുപാട് മാറി കേട്ടോ, പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് പൈസ മാറി. അതെ മിസ്സേ, ഒരുപാട് മാറ്റമുണ്ട് മിസ്സിന്. ഒരുപാട് ഞാൻ മനഃപൂർവ്വമായിട്ട് മാറിയൊരു മാറ്റമാണ്. ചേഞ്ച് എനിക്ക് വേണം തോന്നി മാറി. വല്ലാത്തൊരു മാറ്റമായി. കുറെ പേർക്ക് പണ്ട് കണ്ട കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അവരൊക്കെ ഒരു ഫംഗ്ഷൻ വന്നപ്പോ ഞാൻ ഈടൊക്കെ പോയി. അങ്ങനെ പോവാറില്ല, പണ്ടെന്നെ കണ്ടതാട്ടോ. സോ അവര് എന്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട്, ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്, പക്ഷെ എന്നെ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ച എന്താണെന്നറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടി. അപ്പോഴാ പറയുന്നത്, എനിക്ക് നിന്നെ മനസ്സിലായില്ല. കറക്റ്റാ മിസ്, പണ്ടത്തെ മിസ് വേറെ തീരെ മനസ്സിലായില്ല. ഇപ്പോഴത്തതും പണ്ടത്തതും ഫേസ് പറയാത്ത
ഞാൻ എനിക്ക് ആരോ ഒരു ഫോട്ടോ അയച്ചു. ഓ അത് കണ്ടിട്ട് എനിക്ക് തന്നെ എനിക്ക് ഒന്ന് ഇങ്ങനെ ആലോചിച്ചു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആക്കിയാലോ എന്ന് ആലോചിച്ചു. അത്രയും മാറ്റി. മാം അതെന്താ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലേ അതുകൊണ്ടാണ്. ഡാൻസ് കണ്ടില്ലല്ലേ? കണ്ടില്ല. കണ്ടു, ഹസ്ബൻഡിന്റെ ഐഡിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ആണോ? ആ അനൂപ് കൃഷ്ണപിള്ള ഞാൻ അതിന് ഫോളോ ചെയ്തിട്ടുണ്ട്. അനു കൃഷ്ണപിള്ള. നോക്കട്ടെ കേട്ടോ. പൊതുവെ ഒന്നും തോന്നരുത് പറയുന്നോണ്ട്. പൊതുവെ ബോയ്സ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. അത് ഇങ്ങനെ ഹസ്ബൻഡ് ആണെന്ന് പറയണ്ടേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പറയാം. ഇപ്പത്തെ പെൺകുട്ടികളെല്ലാം ബോയ്സിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഗേൾസ് ആണ് മൈൻഡ് ചെയ്യില്ല. മിസ് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ ഇത് രേഷ്മ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യും. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ എന്താണ് പരിപാടി? ക്ലാസ് എടുക്കണ്ടേ? റെഡി ആണ് എല്ലാവരും? ഇന്നെന്താണ് ആഡ്വോക്ക് ഫ്രേസ് ആണ് അല്ലേ? യെസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ടൈം വേസ്റ്റ് ചെയ്യേ. സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. അങ്ങോട്ട് തുടങ്ങാം മാം. മാം എനിക്ക് ഇന്നത്തെ ക്ലാസ് എനിക്ക് അറിയണ്ടായില്ല. നാളെ ഒന്ന് നന്നായി പ്രിപ്പറേഷൻ ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇപ്പൊ ജസ്റ്റ് നോക്കി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ ജിജി, നമുക്ക് ഫീൽഡിലൊന്ന് പോകണ്ട കേട്ടോ. പതുക്കെ പോവാം. നാളെ ഞാൻ തന്നെ ആയിരിക്കും. റിന്യൂ ചെയ്യാം. നമുക്ക് ആഡ്വോക്ക് എടുത്ത് തന്നെ 2-3 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ആഡ്വോക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ പോയാൽ മതി. നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് പയ്യെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? എന്തോ സ്റ്റെഫി ഈ ടോപ്പിക് വീണ്ടും മിസ് റിപ്പീറ്റ് ചെയ്യൂ. പക്ഷെ നിങ്ങൾ എടുക്കും കേട്ടോ. നമുക്ക് ആ ഒരു പരിചയം വേണം. ക്ലാസ് എടുക്കുന്നതിൽ നമുക്ക് ഒരു പേര് തോന്നിയിട്ട് അതൊക്കെ മാറാം. നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതിനു വേണ്ടിയാണ് മാക്സിമം ഇന്ററാക്ട് ചെയ്ത് ഒന്ന് നല്ല ഒരു ചില്ലായിട്ടാണ് ക്ലാസ് എടുക്കുക. ക്ലാസ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്കും തോന്നിയത്, കേൾക്കുന്നവർക്കും തോന്നി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ക്യാമറ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്യണേ. എന്നെ വിളിക്കണ്ട കേട്ടോ. ഡിസേ എന്നൊന്ന് വിളിക്കണ്ട. ഞാൻ ഇവിടെ വിളിക്കില്ല. കാരണം ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. സോ ഞാനിതേ കേൾക്കും. ഓക്കെ ജിജി. ഹായ് ജിജി, ഹൗ ആർ യു? ഹായ് മാം. നിങ്ങൾ വിചാരിക്കാം ഞാൻ ഓൾറെഡി ചോദിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. കൂടാക്കി ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അഡ്വർബ് ഫ്രേസസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം. ലിൻഷി പറഞ്ഞ ആ നോട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്താക്കുന്നത്. ജസ്റ്റ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു. നമുക്ക് നോക്കാം. എന്താണ് ഈ അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്? അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് അല്ലെ. ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്, ദർ ഇസ് നോ സബ്ജക്റ്റ്. അല്ലെ, സബ്ജക്റ്റ് നമുക്കത് കാണാനായിട്ട് പറ്റില്ല. ആൻഡ് അഡ്വർബ് ഇറ്റ് ഹാസ് സോ മീനിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടിയും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കാം. അഡ്വർബ് ഫ്രേസസിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ബോയ് റാൻ വെരി ക്വിക്ക്ലി ഡൗൺ ദ സ്ട്രീറ്റ്. ദ ബോയ് റാൻ വെരി ക്വിക്ക്ലി. അപ്പൊ അവിടെ കണ്ടോ വെരി ക്വിക്ക്ലി. അപ്പൊ അത് അഡ്വർബ് ഫ്രേസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓൾമോസ്റ്റ് LY ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അപ്പൊ വെരി ക്വിക്ക്ലി. അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി. ദ ബോള് സ്ലോലി ഏറ്റവും പോലെ വെരി സ്ലോലി. അവിടെ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ് വരുന്നുണ്ട്. അപ്പൊ വെരി ക്വിക്ക്ലി ആൻഡ് വെരി സ്ലോലി. പിന്നെ പറയണത് നമുക്ക് ഈ അഡ്വർബ് ഫ്രേസസിലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ് പോലെ വേർ, വെൻ, ഹൗ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് സെന്റൻസ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വേർഡ് വരുന്നുണ്ടോ. അപ്പൊ അതിൽ അഡ്വർബ് ഫ്രേസസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്. ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്. എപ്പോഴാണ് എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്.
അപ്പൊ നമ്മൾ തന്നെ സ്വയം വിലയിരുത്താം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. ഇപ്പോഴാണ് എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ആൻസർ എന്തിട്ടാ? അറൌണ്ട് ദ നൈറ്റ്. മനസ്സിലായി? അപ്പൊ അവിടെ അഡ്വർബ് ഫ്രേസസ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, വി വോക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. വി വോക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ എവിടെയാണ് ഞാൻ നടന്നത്? എവിടെയാണ് നടന്നത്? വി വോക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ഓവർ ദ ബ്രിഡ്ജ്, അപ്പൊ അവിടെ അഡ്വർബ് ഫ്രേസസ് ആയി. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനത്, ആനന്ദ് വെയിറ്റഡ് സ്ലൈറ്റ്ലി ആൻഡ് ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. ആനന്ദ് എങ്ങനെയാണ് അത് വെയിറ്റ് ചെയ്തത്? സൈലന്റ്ലി ആൻഡ് കൂൾ ആയിട്ട് ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ അവിടെ അഡ്വർബ് ഫ്രേസസ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത്, ഈ അഡ്വർബ് ഫ്രേസസ് തന്നെ നമുക്ക് 3 തരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ഈ അഡ്വർബ് പ്ലസ് അഡ്വർബ്, നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെ രീതിയിൽ നമുക്ക് വെർബിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് അഡ്വർബ് ഫ്രേസസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൽ എക്സാമ്പിൾ പറയണത്, ഷി ഡ്രൈവ് റിയലി കെയർഫുള്ളി. റിയലി കെയർഫുള്ളി. അപ്പൊ റിയലി അഡ്വർബ്, കെയർഫുള്ളി അഡ്വർബ് ഫ്രേസസ്. അപ്പൊ ഷി ഡ്രൈവ് റിയലി കെയർഫുള്ളി. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷി ഡാൻസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി. അവിടെ LY വരുന്നുണ്ട്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, റിയലി കെയർഫുള്ളി ഒക്കെ അഡ്വർബ് ഫ്രേസസ് ആണ് കേട്ടോ. പിന്നെ ആശ ate her breakfast very quickly. കണ്ട, വെരി ക്വിക്കലി. അപ്പൊ റിയലി കെയർഫുള്ളി, എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, ദെൻ വെരി ക്വിക്കലി. ഇതൊക്കെ അഡ്വർബ് ഫ്രേസസ് ആണ്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേറെ രീതിയിൽ നമുക്ക് പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെ പ്രൊപ്പോസിഷൻസ്? ഏതൊക്കെയായിരിക്കും? ഇന്ന്, ഓൺ, അറ്റ്, വിത്ത്, അല്ലെ? അതൊക്കെയാണ് പ്രൊപ്പോസിഷൻസ്, അല്ലെ? അപ്പൊ അതിൽ പ്രൊപ്പോസിഷൻസ് ആ വേർഡിൽ ഉണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. അതുണ്ടെങ്കിൽ എന്തായിരിക്കും? അഡ്വർബ് ഫ്രേസസ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് എക്സാമിനൊക്കെ വരണത് ചിലപ്പോ അഡ്വർബ് ഫ്രേസ്, അഡ്വർബ് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നോക്കാം. അഡ്വർബ് ഫ്രേസസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തിങ്ക് ചെയ്യാം, അവിടെ പ്രൊപ്പോസിഷൻ ഉണ്ടാ, അപ്പൊ ചിലപ്പോൾ അഡ്വർബ് ഫ്രേസസ് ആയിരിക്കും. അപ്പൊ വെർബ്, അഡ്വർബിൽ അഡ്വർബ് ഫ്രേസസ് അല്ലെങ്കിൽ അഡ്വർബ് ക്ലോസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൽ പ്രൊപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്വർബ് ഫ്രേസസ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവണം, ഈ അഡ്വർബ് ഫ്രേസസിൽ പ്രൊപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അഡ്വർബ് ഫ്രേസസ് ആയിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. പല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ സ്റ്റോർ ക്ലോസ് അറ്റ് 6 o'clock. The store close at 6 o'clock. അപ്പൊ അറ്റ് അത് പ്രിപ്പോസിഷൻ വേർഡ് ആണല്ലേ. അപ്പൊ അറ്റ് 6 o'clock. അപ്പൊ അവിടെ അഡ്വർബ് ഫ്രേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. അപ്പൊ ഇൻ എന്താണ്? അതൊരു പ്രിപ്പോസിഷൻസ് വേർഡ് ആണല്ലേ. അപ്പൊ നമുക്കത് അഡ്വർബ് ഫ്രേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ദ ബേർഡ് ഫ്ലൂ ഇൻ ദ ക്ലിയർ ദ ബ്ലൂ സ്കൈ. അല്ലെ, ദ ബേർഡ് ഫ്ലൂ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. അപ്പൊ ഇൻ ദ അത് പ്രിപ്പോസിഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ സെന്റൻസിൽ ഇപ്പൊ ഓൺ ആണെങ്കിലും വിത്ത് ആണെങ്കിലും ഒക്കെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വർബ് ഫ്രേസസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 2 തരം പറഞ്ഞു. ഒന്ന് അഡ്വർബ് പ്ലസ് അഡ്വർബ്, നെക്സ്റ്റ് പ്രിപ്പോസിഷൻ വെച്ചിട്ട്. അപ്പൊ അഡ്വർബ് പ്ലസ് അഡ്വർബ് മീൻസ് എന്തായിരിക്കും? LY ഉണ്ടാവുമായിരിക്കും. റിയലി, കെയർഫുള്ളി, എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, ദെൻ വെരി ക്വിക്ക്ലി. ഇതൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണെങ്കിൽ അത് അഡ്വർബ് ഫ്രേസസ് ആണ്. രണ്ടാമത്തെ പ്രിപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇന്ന്, ഓണ്, അറ്റ്, വിത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ അതില് എന്താ പറയാ, സെന്റൻസിൽ ഉണ്ടെങ്കിൽ അഡ്വർബ് ഫ്രേസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത് നമുക്ക് വെർബിനോട് കൂടിയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി വെന്റ് ടു ദ ജിം ടു വർക്ക് ഔട്ട്. അപ്പോൾ അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ ടു വർക്ക് ഔട്ട് ആണ് അവിടെ അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗോ ടു ബൈ സം ഫുഡ്. I need to go to buy some food means അതവിടെ ബൈ സം ഫുഡ് ആണ് എന്താ പറയാ അഡ്വർബ് ഫ്രേസസ് ഒക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ മാം, താങ്ക് യു ട്ടാ.
മിസ് മിസ്സേ ഡിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാരും കേട്ടില്ലേ? ഒരു റെസ്പോണ്ട് ഇല്ലല്ലോ. എല്ലാരും തമ്പ് ഇങ്ങനെ അയച്ചുകൊണ്ട് ഞാനും പിന്നെ ഒന്നും പറയാൻ. ഓക്കെ ഓക്കെ. ഇനി ആര് നെക്സ്റ്റ് ആള് പറഞ്ഞോളൂ. മിസ് പറഞ്ഞല്ലോ ഇനി മിസ്സേന്ന് വിളിക്കരുത്. ഇനി ആരാ പറയുന്നെടുത്തത്? പറഞ്ഞോ, എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ നോട്ട് കഴിഞ്ഞ 2 ക്ലാസ്സിന് ഞാൻ ഇല്ലായിരുന്നു. അപ്പൊ കുറച്ചും ആ കൂടി ആ അപ്പൊ ഇപ്പൊ ഡിറ്റി പറഞ്ഞത് എന്താന്ന് മനസ്സിലായെന്ന് വെച്ചാല് പറ. ഷംസീന പറഞ്ഞ വേഗം. അല്ല, വേറൊരാളും കൂടി പറഞ്ഞാലൊന്ന് കുറച്ചും കൂടി എളുപ്പമാവായിരുന്നു പറയാ. റീജ് പറയൂ. ഞാൻ എന്റെ ക്ലാസ് എടുത്ത് കഴിഞ്ഞു മോളെ. ഇല്ല, എനിക്ക് വഴിക്കില്ല ഞാന്. അയ്യോ, എനക്ക് അറിയില്ലടാ ചക്കര. ഓക്കെ ഓക്കെ. വേണേ പാട്ട് പാടിത്തരാം. വേറെ ആരെങ്കിലും പറയൂ. മിസ് ഡിറ്റിന്റെ കൂട്ടത്തിൽ ആരെല്ലാം ഉൾപ്പെടുത്തിനല്ലോ? അവരെല്ലാം എടുത്തു. എത്ര 8 ആൾക്കാർ. ആൻസി എല്ലാം എഴുതി വെച്ചിനല്ലോ. ഞാൻ ഒന്നും കൂടെ ഇത് പറഞ്ഞു തരണോ? എക്സാമ്പിൾ ഒക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഷംസീനൊക്കെ ഒന്നുകൂടെ മനസ്സിലാവും. എനിക്കെല്ലാം മനസ്സിലായ പോലെ പറയുന്നത്. സ്ലോലാക്കിട്ട് പറയാ ഡിറ്റി. കുറച്ചുകൂടി ഓക്കെ. സ്ലോലാക്കി. പറയാം കേട്ടോ, പറയാം. അപ്പൊ നിങ്ങളത് നോട്ട് എഴുതിയെടുക്കൂ, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ. എക്സാമ്പിൾസ് കുറച്ച് സ്ലോയിൽ പറയാം. അപ്പൊ എഴുതിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ, പറയാട്ടോ. അതായത് അഡ്വർബ് ഫ്രേസസ് കേട്ടോ. അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്. അതാണ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്. എഴുതിയെടുത്തോ. ദ ഗ്രൂപ്പ് ഓഫ് വേർഡ് there is no subject and verb. There is no subject and verb. ഓക്കെ, അതാണ് അഡ്വർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. എന്നിട്ട് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ് there is no subject and verb. ഓക്കെ, പറഞ്ഞോ. ഡെഫിനിഷനിൽ പറഞ്ഞത് there is no subject or verb എന്നല്ലേ? അപ്പോ കഴിഞ്ഞ കുറച്ച് മുന്നേ ലാസ്റ്റ് ഒരു എക്സാം പറഞ്ഞതില് വേർബ് ഉണ്ടായിരുന്നല്ലോ. വേർബ് നോക്കിയിട്ടുള്ളത് ഉണ്ടല്ലോ ഫ്രേസസ്. ചിലതിൽ അങ്ങനെ വരുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു പോയിന്റിൽ വരുന്നുണ്ട്, അഡ്വർബ് ഫ്രേസസ് വരുന്നുണ്ട്. അൻസി പറഞ്ഞോ. അൻസി കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവണില്ല. റേഞ്ച് ഡൗട്ട് ചോദിച്ചില്ലേ? ഡൗട്ട് ചോദിച്ചില്ലേ? അത് ഞാൻ അതിന്റെ കാര്യം പറയണേ. ആ ഫ്രേസിന്റെ കാര്യമാണ് പറയുന്നത്. അതില് സബ്ജക്ട് വേർബിന് സെന്റൻസിലില്ല. സെന്റൻസിൽ വേർബ് ഇല്ലെങ്കിൽ പിന്നെ ആഡ്വേർബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ ഞാൻ പറഞ്ഞ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, ലിൻഷി വന്നിട്ടുണ്ട്. അപ്പൊ ലിൻഷി ഒന്നും കൂടി കഴിഞ്ഞ കാലത്തിൽ ലിൻഷി എല്ലാം പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഒന്നും കൂടി പറഞ്ഞു കൊടുക്ക്. ഓക്കെ. ഞാൻ എനിക്കിവിടെ കണ്ടില്ല, അതുകൊണ്ട് ഡിസ്റ്റർബൻസ്. അപ്പൊ സൗണ്ട് ക്ലിയർ അല്ലേ? ഇടക്ക് കട്ടായി, നല്ല ക്ലിയർ ഉണ്ട്. അത് കണ്ടില്ലാത്തോണ്ടാണ്. മനസ്സിലാവുന്ന അറിയത്തില്ല, ഞാൻ പറയാം. അഡ്വർബ് ഫ്രേസ് ആ ഫ്രേസിന്റെ കാര്യമാണ് പറയുന്നത്. ഫ്രേസ് ആഡ്വർബ് അപ്പൊ അഡ്വർബ് ഫ്രേസ് ആഡ്വർബും കാണും, ഫ്രേസ് കാണും. മനസ്സിലാവുന്നുണ്ടോ? അതില് അപ്പൊ ആഡ്വർബ് ഫ്രേസ് അതിൽ 2 വേർഡ് ഉണ്ടല്ലോ, ഫ്രേസ് ഉണ്ട്. അപ്പൊ
നമ്മൾ ഓൾറെഡി മാത്രം ആ ഫ്രേസ് എന്ന് പറഞ്ഞ വേർഡിന്റെ കാര്യമാണ് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും ആ ഫ്രേസിൽ. പിന്നെ അതില് ഒരു സബ്ജക്റ്റോ വേർബോ കാണത്തില്ല. പിന്നെ ഇറ്റ് ഹാസ് എ മീനിങ്. അതൊരു മീനിങ് ഫുൾ വേർഡ് ആയിരിക്കും. ആ ഫ്രേസിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അഡ്വർബ് ഫ്രേസിൽ വരുന്നത് ബോൾ ഈസ് മൂവിങ് സ്ലോലി. സ്ലോലി എന്ന് പറയുന്നത് ആഡ്വർബ്. ആഡ്വർബ് ഫ്രേസ് വരുമ്പോൾ ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി. അപ്പൊ വെരി സ്ലോലി എന്ന് പറഞ്ഞ വേർഡാണ് ആഡ്വർബ് ഫ്രേസ്. ഫ്രേസ് ആയിട്ട് ആഡ്വർബ് ഫ്രേസ്. ആ വെരി സ്ലോലിയുടെ കാര്യമാണ് പറയണത്. അതിൽ സബ്ജക്റ്റ് വേർബ് കാണത്തില്ല. അത് മീനിങ് ആ വെരി സ്ലോലിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ആ സെന്റൻസിൽ സബ്ജക്റ്റ് വേർബ് കാണത്തില്ല എന്നല്ല പറയുന്നത്. മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായോ? മനസ്സിലായി. ആഡ്വർബ് ഫ്രേസ് മൂന്നാല് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഓക്കെയാന്ന് തോന്നുന്നു. പിന്നെ ലിക്കി പറഞ്ഞത് ഞാൻ കേട്ടു. അതിന് പിടിക്കുന്ന ഒന്ന് ഓക്കെ. എനിക്ക് മൂന്നാമത്തെയാണ് എനിക്ക് കൺഫ്യൂഷൻ. അതായത് പ്രൊപ്പോസിഷൻ അഡ്വർബ് പ്ലസ് അഡ്വർബ്. ഓക്കെ, മൂന്നാമത്തെ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് മൂന്നാമത്തെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ അഡ്വർബ് കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അഡ്വർബ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് റിയലി കെയർഫുള്ളി, എക്സ്ട്രീംലി. പിന്നെ പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് എല്ലാം ഫ്രേസ് ആണ്. മൂന്നാമത്തത് പറഞ്ഞത് ഇൻഫിനിറ്റ് ഫ്രേസ് ആണ്. ഇൻഫിനിറ്റ് ഫ്രേസ് അതിലുണ്ടെങ്കിൽ അത് വേർഡ് എല്ലാവർക്കും ക്ലിയർ. അതാണ് ഇൻഫിനിറ്റ് ഫ്രേസ്. മനസ്സിലായോ? ടു വർക്ക്ഔട്ട്, ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ, പ്രാക്ടീസ് എവറി ഡേ. അപ്പൊ ടു കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റ് ഫ്രേസ് എന്ന് പറയുന്നത്. എന്റെ നെറ്റ് ക്ലിയർ അല്ല മാം. എനിക്ക് ഇവിടെ കറണ്ട് ഇല്ല. അപ്പൊ ഈ ടു കഴിഞ്ഞ് വരുന്നതാണോ ഇത് മറ്റേ മൂന്നാമത്തെ ഇൻഫിനിറ്റീവ് ഫ്രേസസ് എന്ന് പറയണത്? അതെ തന്നെ, അതാണ് ആഡ്വർബ് ഫ്രേസ്. അതാണ് ഇപ്പൊ മൂന്നാമത്തെ പറഞ്ഞില്ലേ, അത് ഇൻഫിനിറ്റ് ഫ്രേസ്. ഇൻഫിനിറ്റ് ഫ്രേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനിങ് വിത്ത് അതാണ് ഇൻഫിനിറ്റ് ഫ്രേസ്. ഇൻഫിനിറ്റ് ഫ്രേസ് അതിലുണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, കറണ്ട് വന്നു. എക്സാമ്പിളിൽ ടു ഉണ്ട്. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, പ്രാക്ടീസ് എവരി ഡേ. അപ്പൊ ടു ഇംപ്രൂവ് അതാണ് ഇൻഫിനിറ്റീവ്, മീൻസ് അഡ്വർബ് ഫ്രേസസ് അല്ലേ. ടു കാണണല്ലേ നമ്മള്. നെക്സ്റ്റ് ഹി വെന്റ് ടു ദ ജിം വർക്ക്ഔട്ട്. ആണ് ടിയോ അതിന് ഇൻഫിനിറ്റ് ഒരു
അപ്പൊ റൈറ്റിംഗ് സ്കില്ലാണ് അതിലെ ഇൻഫിനിറ്റീവ് ഫ്രേസ്. അതൊരു ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ went to the gym to work out. He went to the അതാണ് ഇൻഫിനിറ്റീവ് ഫ്രേസ്, അത് ആഡ്വേർബ്. മൂന്നാമത്തെ നമ്മള് കണ്ടുപിടിക്കേണ്ടത് ഫ്രേസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും ഇല്ല, ആഡ്വർബും പ്ലസ് ആഡ്വർബ് അതില്ല, പ്രിപ്പോസിഷൻസ് നോക്കിയപ്പോൾ അതില്ല. പിന്നെ മൂന്നാമത്തെ ഇതിൽ അത് ഇൻഫിനിറ്റീവ് ഫ്രേസ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഇൻഫിനിറ്റീവ് ഫ്രേസ് ഉണ്ടെങ്കിൽ ഇതിൽ ആഡ്വർബ് ഫ്രേസ് ആണ്. ഇൻഫിനിറ്റീവ് ഫ്രേസ് കണ്ടുപിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റീവ് ഫ്രേസിൽ ടു കാണും, ടിഒ. മനസ്സിലായോ? ഒന്നും കൂടി പറയൂ. നീ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ല. ലാസ്റ്റ് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കറണ്ട് വന്നു. ഇപ്പൊ ക്ലിയർ ആണ്. ആദ്യം മുതൽ പറയാം. അഡ്വർബ് ഫ്രേസസ് ഓക്കെ, അത് മുതൽ ഓക്കെ. ആഡ്വർബ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. ആഡ്വർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ആഡ്വർബ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതിന് എക്സാമ്പിൾസ് ഇപ്പൊ ഇത് ഒരു കേൾക്കാത്തവർക്ക് ഞാൻ പറയാം. ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈ വേർബ്. അതാണ് ആഡ്വർബ് എന്ന് വെച്ചാൽ. അതിന്റെ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഇത് ദ അലാം റാങ് ലൗഡ്ലി. ദ അലാം റാങ് ലൗഡ്ലി. അതിലെ റാങ് ആണ് വേർബ്, റാങ്ങിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ലൗഡ്ലി. അപ്പൊ ലൗഡ്ലി ആണ് അതിന്റെ ആഡ്വർബ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹരി റാൻ ക്വിക്ലി. റാൻ ആണ് വേർബ്, ഹരി റാൻ ക്വിക്ലി. ക്വിക്ലി എന്ന് പറഞ്ഞ വേർഡ് റാനിനെ എന്ന് വെച്ചാൽ റാൻ എന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ്. അതുകൊണ്ട് ക്വിക്ലി ആണ് ആഡ്വർബ്. അടുത്തത്, ഐ ലുക്ഡ് എവരിവെയർ ഫോർ മൈ ബുക്ക്. ഐ ലുക്ഡ് ആണ് ഇവിടെ വേർബ് വരുന്നത്. അതിനെ ലുക്ഡ് മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് എവരിവെയർ. ഇപ്പൊ എവരിവെയർ, ഐ ലുക്ഡ് എവരിവെയർ ഫോർ മൈ ബുക്ക്. അപ്പൊ എവരിവെയർ ആണ് അവിടെ ആഡ്വർബ്. വേറെ എക്സാമ്പിൾ, കീർത്തി വെന്റ് ടു ജിം ടുഡേ, അല്ലെങ്കിൽ ജിം ടുഡേ. അതിൽ വെന്റ് ആണ് വേർബ്, അതിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ടുഡേ. അപ്പൊ ഇതെല്ലാം വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്. മോഡിഫൈ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേർബിനെ എന്താണ് സ്പെസിഫൈ ചെയ്യുന്ന വേർഡ് എന്നൊക്കെ പറയാം. മീൻസ് ഇപ്പൊ എടുത്തു കാണിക്കുന്ന. അതെ അതെ. ഇപ്പൊ എവിടെ പോയി അല്ലെങ്കിൽ എവിടെ നോക്കി എന്ന് വെച്ചാൽ വേർബിനെ വെച്ചിട്ടാണ് അതിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡുകൾ. അതാണ് നോക്കേണ്ടത്. ഇപ്പൊ ഹരി റാൻ ക്വിക്ലി എന്ന് പറയുമ്പോൾ എങ്ങനെ ഓടി, എങ്ങനെ. അപ്പൊ അത് ക്വിക്ലി. ഇപ്പൊ ഐ ലുക്ഡ് എവരിവെയർ. ലുക്ഡ് എന്ന് വെച്ചുമ്പോൾ ലുക്ഡ് ആണ് വേർബ്. ഞാൻ എവിടെ നോക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ഡ് ആണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്ന വേർഡാണ്. അതിനെ മോഡിഫൈ ചെയ്യുന്ന, അതാണ് നോക്കേണ്ടത് നമ്മൾ അവിടെ. അപ്പൊ ഓരോ സെന്റൻസിന്റെയും മീനിങ് മാറുന്നതനുസരിച്ച് നമുക്ക് വേർബ് മോഡിഫൈ ചെയ്യുന്ന വേർഡ് ഡിഫറെന്റ് വരും. ഇപ്പൊ വെൻ, വേർ, ഹൗ എങ്ങനെയാണ് ആ വേർബ്, ആ ആക്ഷനെ മോഡിഫൈ ചെയ്യുന്നത്, അതനുസരിച്ച് വേർഡുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള വേർഡാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. പിന്നെ ദേ ഗോ ഔട്ട് ടു ഡിന്നർ വീക്ക്ലി. അപ്പൊ ഗോ എന്ന് പറഞ്ഞ ഗോ ഔട്ട്, അതാണ് അവിടുത്തെ ഗോ ആണ് അവിടുത്തെ വേർബ് വരുന്നത്. അപ്പൊ എവിടെ എന്നിട്ട് ദേ ഗോ ടു ഡിന്നർ വീക്ക്ലി, എപ്പോഴൊക്കെ, അല്ലെങ്കിൽ ഹൗ ഓഫൺ, എപ്പോഴൊക്കെയാണ് അവര് ഡിന്നറിന് പോകുന്നത്. അപ്പൊ ആ വേർബിനെയാണ് അവര് എന്താണ് സ്പെസിഫൈ ചെയ്യുന്ന വേർഡാണ് നമ്മളവിടെ നോക്കേണ്ടത്. അപ്പൊ വീക്ക്ലി അങ്ങനെ വരും. പിന്നെ എന്തുവാ, ഹീ പ്ലേ ക്രിക്കറ്റ്. സംടൈംസ് ഹീ പ്ലേ ക്രിക്കറ്റ്. പ്ലേ ആണ് വേർബ് വരുന്നത്. അപ്പൊ പ്ലേ എപ്പോഴൊക്കെ ആണ് ക്രിക്കറ്റ് കളിക്കുന്നത് എപ്പോഴൊക്കെയാണ്. ആ വേർബ് അവിടെ പ്ലേ ആണ്. അതിനെ സ്പെസിഫൈ ചെയ്യുന്ന വേർഡാണ് സംടൈംസ്. അപ്പൊ സംടൈംസ് ഹീ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സംടൈംസ് ആണ് അവിടെ ആഡ്വർബായിട്ട് വരുന്നത്. അതുപോലെ റിതേഷ് നെവർ സ്മോക്സ്. ഇവിടെ സ്മോക്ക് എന്നാണ് വേർബ് എന്ന് വരുന്നത്. റിതേഷ് നെവർ സ്മോക്ക്. അപ്പൊ എത്ര ഫ്രീക്വൻസിയിലാണ് സ്മോക്കിംഗ് ചെയ്യുന്നതെന്നാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ നെവർ, ഒരിക്കലും ഇല്ല. റിതേഷ് നെവർ സ്മോക്ക്, നെവർ ആണ് അവിടെ
വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്. അപ്പൊ ഇതൊക്കെയാണ് ആഡ്വർബ്. ഈ വേർഡുകളാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസിൽ വേർബ് അതാന്ന് നോക്കാം. ആ വേർബിനെ സ്പെസിഫൈ ചെയ്യില്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡുകൾ ഏതാന്ന് നോക്കാം. അത് 3-4 ടൈപ്പ് ഉണ്ട്. നമ്മൾ ആ വേർബിനെ എങ്ങനെ എന്നിട്ട് ഹൗ ആക്ഷൻ പെർഫോംഡ്, അല്ലെങ്കിൽ വേർ ദ ആക്ഷൻ പെർഫോംഡ്, അല്ലെങ്കിൽ വെൻ ആക്ഷൻ പെർഫോംഡ്, അല്ലെങ്കിൽ ഹൗ ഓഫൺ, അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻസി ദ ആക്ഷൻ പെർഫോംഡ്. ഇതിന് ബേസ് ചെയ്തിട്ടായിരിക്കും വേർഡ്സുകൾ വരുന്നത് ആ സെന്റൻസിൽ. അപ്പൊ വേർബിനെ ഇങ്ങനെ സ്പെസിഫൈ ആയിട്ട് പറയുന്ന വേർഡിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ദ ഡാൻസർ മൂവ്സ് സോ ഗ്രേസ്ഫുള്ളി. അപ്പൊ മൂവ്സ്, ദ ഡാൻസർ മൂവ്സ് സോ ഗ്രേസ്ഫുള്ളി. അപ്പൊ ഗ്രേസ്ഫുള്ളി ആണ് അവിടെ ആഡ്വേർബായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ആഡ്വേർബിന് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഹി ഈസ് വെരി ഹാപ്പി ടുഡേ. അതിലെ ഹാപ്പി ആണ് അവിടെ ഇതായിട്ട് വരുന്നത്. അപ്പൊ വെരി ഹാപ്പി. അപ്പൊ ഹാപ്പിനെ സ്പെസിഫൈ ചെയ്യുന്ന, ഒന്നും കൂടി ഊന്നി പറയുന്ന വേർഡ് ആണ് വെരി പറയുന്നത്. അപ്പൊ വെരി ആഡ്വേർബ്. ആഡ്വേർബ് ഇതാണ്. ഇനി ആഡ്വേർബ് ഫ്രേസ് എന്ന് വെച്ചാല് അതിൽ ഓൾറെഡി ആഡ്വേർബ് ഫ്രേസ്. ആഡ്വേർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ആഡ്വേർബും കാണും ഫ്രേസും കാണും. നേരത്തെ വരെ ചോദിച്ചത് ഞാൻ കേട്ടു. അതില് ഈ ഫ്രേസ് ഒരു ഡൗട്ട് ചോദിച്ചത്. അപ്പൊ ഒരു സെന്റൻസിൽ നമുക്ക് ആഡ്വേർബും കാണും ഫ്രേസും. ആഡ്വേർബ് ഫ്രേസ് എന്ന് വെച്ചാൽ 2 കാര്യം ഉണ്ടാവും അതിൽ. ഒരു ആഡ്വേർബും കാണും, ഒരു ഫ്രേസും കാണും. അപ്പൊ ആഡ്വേർബ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് മനസ്സിലായി അത് ഡിസ്ക്രൈബ്, അതൊരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡായിരിക്കും, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ആഡ്വേർബ്. ഇനി ഫ്രേസ് എന്താണെന്ന് കാണാൻ നമ്മൾ നോക്കേണ്ടത്. ആ ഫ്രേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫ്രേസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡാണ്. ഫ്രേസിനെ കുറിച്ചാട്ടോ പറയുന്നത്, ഫ്രേസ് മാത്രം. അതില് ഗ്രൂപ്പ് ഓഫ് വേർഡ്, ഒരു വേർഡ് ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ വേർഡ് ആയിരിക്കും ഫ്രേസ്. പിന്നെ ആ ഫ്രേസിൽ ഒരു സബ്ജക്റ്റും ഉണ്ടാവില്ല, വേർബ്, നോ സബ്ജക്റ്റ് ആൻഡ് വേർബ്. പിന്നെ അതിന് ഒരു മീനിങ് കാണും. ഇത് ഈ 3 കാര്യങ്ങളും ഫ്രേസ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഈ 3 കാര്യങ്ങളും കാണുന്ന പറഞ്ഞത് കേട്ടോ. ആ സെന്റൻസിന്റെ കാര്യമല്ല പറഞ്ഞ, ഫ്രേസിന്റെ കാര്യം. അപ്പൊ ആഡ്വേർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ആഡ്വേർബ് പ്ലസ് ഫ്രേസ് ആണ് ആഡ്വേർബ് ഫ്രേസ്. ഇപ്പൊ ആഡ്വേർബ് എന്താന്ന് നമുക്ക് മനസ്സിലായി. ഫ്രേസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് കാണും. അത് ആ ഗ്രൂപ്പ് ഓഫ് വേർഡില് ഒന്നിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്ന് വെച്ചാൽ ഒരെണ്ണം ആയിരിക്കില്ല, ഒരെണ്ണത്തിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വേർഡ് കാണും. പിന്നെ ആ ഫ്രേസിൽ നോ സബ്ജക്റ്റ് ആൻഡ് വേർബ്. പിന്നെ അതിന് ഒരു പ്രോപ്പർ മീനിങ് കാണും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബോൾ ഈസ് മൂവിങ് സ്ലോലി. അപ്പൊ ദ ബോൾ ഈസ് മൂവിങ് സ്ലോലി എന്ന് പറയുന്നത് ഇതിൽ ആഡ്വേർബ് ആണ് വരും. പക്ഷെ ഫ്രേസസിന്റെ എക്സാമ്പിൾസ് കുറച്ച് പറയണം. എക്സാമ്പിൾസ് കുറച്ച് സ്ലോലി പറയണേ, എഴുതാനോ? ഓക്കെ. ഫ്രേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്, നോ സബ്ജക്റ്റ് ആൻഡ് വേർബ്. പിന്നെ ഇറ്റ് ഹാസ് എ മീനിങ്. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരെണ്ണം ഞാൻ പറയാം. ദ ബോൾ ഈസ് മൂവിങ് സ്ലോലി. ഈ ഒരു ഇതില് മൂവിങ് ആണ് വേർബ് വരുന്നത്, സ്ലോലി ആണ് മൂവിങ് എന്ന് പറഞ്ഞ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് സ്ലോലി. ദ ബോൾ ഈസ് മൂവിങ് സ്ലോലി. അപ്പോ ഇതില് ആഡ്വേർബ് ആണ് സ്ലോലി. ഇത് ആഡ്വേർബ് ഫ്രേസ് ആയിട്ടില്ല. കാരണം എന്തുവാ, എന്താണ് ഇതിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് ഇല്ല, ഒന്നിൽ കൂടുതൽ വേർഡ് ഇല്ല. അപ്പൊ ആഡ്വേർബ് ആയിട്ടുള്ളൂ സ്ലോലി. ഇനി ആഡ്വേർബ് ഫ്രേസ് ആവണമെങ്കിൽ എക്സാമ്പിൾ ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി. അപ്പൊ സ്ലോലി എന്ന് പറഞ്ഞ ആഡ്വേർബിനെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് അവിടെ വെരി ഇട്ടിട്ടുണ്ട്, വെരി സ്ലോലി. അപ്പൊ ഒന്നിൽ കൂടുതൽ വേർഡായി, മനസ്സിലായി? അപ്പൊ വെരി സ്ലോലി ആണ് ഇവിടെ ഫ്രേസ് ആയിട്ട് വരുന്നത്, ആഡ്വേർബ് ഫ്രേസ്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി. അപ്പൊ വെരി സ്ലോലി ആണ് ഇവിടെ ഫ്രേസ് ആയിട്ട് വരുന്നത്, ആഡ്വേർബ് ഫ്രേസ്. ഈ വെരി സ്ലോലി ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ മൂവിങ് എന്ന് പറഞ്ഞ വേർബിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച 2 വേർഡുകളാണ് വെരി സ്ലോലി, ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. അതുകൊണ്ടാണ് വെരി സ്ലോലി ആഡ്വേർബ് ഫ്രേസ് ആവുന്നത്. മനസ്സിലായോ? ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി.
അപ്പൊ ഒരു ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അതാണ് ആഡ്വേർബ് ഫ്രേസ്. ആഡ്വേർബ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് കാണത്തുള്ളൂ, വേർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് കാണത്തുള്ളൂ. ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇത് വരും, വേർഡ്സ് വരും. അതാണ് വെരി സ്ലോലി. പിന്നെ വേറെ എക്സാമ്പിൾ വരുന്നത് വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ വി വാക്ക്ഡ് ആണ് അവിടെ വേർബ് വരുന്നത്. വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എവിടെ, വേർ വി വാക്ക്ഡ്. അപ്പൊ ഓവർ ദ ബ്രിഡ്ജ് ഒരു വേർഡ് അല്ല അവിടെ വരുന്നത്, ഓവർ ദ ബ്രിഡ്ജ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് വരുന്നത്. അപ്പൊ അതാണ് ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. ഈ സൈലന്റ്ലി, പേഷ്യന്റ്ലി ഇങ്ങനത്തെ വേർഡുകൾ വരുന്നതെല്ലാം ആഡ്വേർബ് ഫ്രേസ് ആണ്. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. ഇവിടെ വേർബ് വരുന്നത് വെയിറ്റഡ് ആണ്. അപ്പൊ വെയിറ്റഡിനെ സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് വേർഡുകളുണ്ട്, സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. പിന്നെ ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ ഓൾമോസ്റ്റ് എവരി വീക്ക്. അപ്പൊ ഓൾമോസ്റ്റ് എവരി വീക്ക് ആണ് ഇവിടെ ആഡ്വേർബ് ഫ്രേസ്. എപ്പോഴൊക്കെയാണ് ട്രിപ്പ് പോകുന്നത്? അപ്പൊ ഓൾമോസ്റ്റ് എവരി ഇയർ ആണ് നമ്മൾ ട്രിപ്പ് പോകാറുള്ളത്. അപ്പൊ ഓൾമോസ്റ്റ് എവരി ഇയർ ആണ് ഇവിടെ ആഡ്വേർബ് ഫ്രേസ്. ഈ ആഡ്വേർബ് ഫ്രേസിന് 4 ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നാല് ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്ലേസിനെ സ്പെസിഫൈ ചെയ്യുന്ന, ഇപ്പൊ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ഇവിടെ ഒരു പ്ലേസിനെയാണ് വേർബ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ് എന്ന് പറയുമ്പോൾ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്. അതിൽ നമ്മൾ അതിന്റെ ടൈമാണ് ടൈമാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. എപ്പോഴാണ് ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന്. ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്. ഒരു ടൈമാണ് അവിടെ, ഏത് ടൈമിലാണ് ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ, വെൻ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. അപ്പൊ അത് ടൈമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അറൌണ്ട് ദ നൈറ്റ്. അപ്പൊ അറൌണ്ട് ദ നൈറ്റ് ആണ് ഇവിടെ ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആഡ്വേർബ് ഫ്രേസ് ഓഫ് ടൈം ആണ് അറൌണ്ട് ദ നൈറ്റ്. ഇനി ആഡ്വേർബ് ഫ്രേസ് ഓഫ് പ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ആഡ്വേർബ് ഫ്രേസ് ഓഫ് പ്ലേസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ് ആണ് ഇവിടെ ആഡ്വേർബ് ഫ്രേസ്. ഇനി വേറൊരു ടൈപ്പ് ഉള്ളത് അതിന്റെ മാനർ. എങ്ങനെയാണ്? ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ വേറൊരു ടൈപ്പ് ഓഫ് ആഡ്വേർബ് ഫ്രേസ് ആണ് മാനറിനെ ബേസ് ചെയ്തുള്ളത്. ആനന്ദിന്റെ ബിഹേവിയർ. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി ആണ് എങ്ങനെയാണ് ആനന്ദ് വെയിറ്റ് ചെയ്തത്. ആളുടെ ഒരു ബിഹേവിയറിനെയാണ്, ഒരു മാനറിസത്തിന്, അയാളുടെ മാനറിനെയാണ് ഇവിടെ ചോദിക്കുന്നത്, അപ്പം സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്. സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി ആണ്. അതിവിടെ 2 ഗ്രൂപ്പ് ഓഫ് വേർഡ് ഉണ്ട്. അതിന് പ്രോപ്പർ മീനിങ് കാര്യം, ബാക്കി ആഡ്വേർബ് ഫ്രേസിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. പിന്നെ ആഡ്വേർബ് ഫ്രേസ് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ, അതാണ് അവിടെ ഹൗ ഓഫൺ, അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. അപ്പൊ എപ്പോഴൊക്കെയാണ് ആ വേർബ് ഇവിടെ വരുന്നത്? ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. ഞങ്ങള് ഗോവയിൽ ട്രിപ്പ് പോകാറുണ്ട്. എപ്പോഴൊക്കെ? അപ്പൊ ഹൗ ഓഫൺ അല്ലെങ്കിൽ ആഡ്വേർബ് ഫ്രേസ് ഓഫ് ഫ്രീക്വൻസി ആണ് ഓൾമോസ്റ്റ് എവരി ഇയർ ആ ഒരു സെന്റൻസിൽ വരുന്നത്. പിന്നത്തെ ഡ്യൂ ടു ഹെവി റെയിൻ വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻസ്. ഇപ്പൊ ഇവിടെ ആഡ്വേർബ് ഫ്രേസ് ഓഫ് റീസൺ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്? ഡ്യൂ ടു ഹെവി റെയിൻ വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻസ്. അപ്പൊ ഡ്യൂ ടു ഹെവി റെയിൻ ആണ് ഇവിടെ ആഡ്വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ഇതാണ് പല ടൈപ്പ് ആഡ്വേർബ് ഫ്രേസുകൾ. ആ വേർബിന്റെ
ബേസ് ചെയ്തിട്ടുള്ള ആഡ്വർബ് ഫ്രേസുകളാണ് ഇപ്പൊ പറഞ്ഞത് സെന്റൻസിൽ. അപ്പൊ ഇതല്ലാതെ നമുക്ക് ആഡ്വർബ് ഫ്രേസിനെ മൂന്ന് തരത്തിൽ നമുക്ക് ഒരു സെന്റൻസ് തന്നാൽ 3 തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 3 തരത്തിലുള്ള ആഡ്വർബ് ഫ്രേസുകളുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞ 2 ആഡ്വർബ് ആണ്. ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. അപ്പൊ റിയലി കെയർഫുള്ളി 2 ആഡ്വർബ്സ് ഉണ്ട് ഇങ്ങനത്തെ സെന്റൻസ്. പിന്നെ എന്തുവാ, ആഷ എയ്റ്റ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് വെരി ക്വിക്ലി. അപ്പൊ വെരി ക്വിക്ലി ആഡ്വർബ് ഫ്രേസ്. ഷീ ഡാൻസ്ഡ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി. അപ്പൊ 2 ആഡ്വർബ്, എക്സ്ട്രീംലി ഉണ്ട്, ബ്യൂട്ടിഫുള്ളി ഉണ്ട്. ഇത് വേർഡുകളെല്ലാം, ഈ ഫ്രേസുകളെല്ലാം വേർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകളാണ്. ഒരു സെന്റൻസ് നോക്കിയിട്ട് അതില് വേർബ് ഏതാന്ന് നോക്കാം, ആ വേർബിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മോഡിഫൈ ചെയ്യുന്ന വേർഡ് ഏതാന്ന് നോക്കാം. ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. പിന്നെ വേറൊരു ടൈപ്പിൽ നമുക്ക് കണ്ടു, ഇപ്പൊ ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. അപ്പൊ ഇതിനേക്കാൾ എൻറ്റയർലി വേറൊരു സെന്റൻസ് ആണ് ദ സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്രിപ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റ് ആണ്. ദ സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. ഇതിന് ടൈം വെച്ചിട്ടാണ് നമ്മൾ ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ദ സ്റ്റോർ ക്ലോസസ് എന്ന് പറയുമ്പോൾ അവിടെ ക്ലോസസ് ആണ് വേർബ് വരുന്നത്, അറ്റ് 6 o'clock. അപ്പൊ ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള വേർഡാണ്, ടൈമാണ് അവിടെ, ആഡ്വർബ് ഫ്രേസ് ഓഫ് ടൈം ആണ് അവിടെ വരുന്നത്. ദ സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. എപ്പോഴാണ് സ്റ്റോർ അടച്ചത്? അപ്പൊ അറ്റ് 6 o'clock. അറ്റ് 6 o'clock ആണ്. അറ്റ് അവിടെ പ്രിപ്പോസിഷൻ വന്നുകൊണ്ട് അപ്പൊ അറ്റ് 6 o'clock ആണ് ആഡ്വർബ് ഫ്രേസ് വരുന്നത്. അതുപോലെ ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. ഇതിലെ പ്രിപ്പോസിഷൻ വരുന്നത് ഇൻ ആണ്. അത് നമ്മൾ പലതരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. എവിടെയാണ് നിന്നത്? ഇവിടെ വേർബ് വരുന്നത് സ്റ്റാൻഡിങ് ആണ്. പിന്നെ ഉള്ളത് എന്തുവാ? ഇൻ ദ കോർണർ. എവിടെയാണ് നിന്നെ? ഇൻ ദ കോർണർ ആണ് നിന്നത്. അപ്പൊ അത് ആഡ്വർബ് ഫ്രേസ് ഓഫ് പ്ലേസ് ആണ് വരുന്നത്, അല്ലെ? പ്ലേസ്, എവിടെ എന്ന് വരുന്നത്. അപ്പൊ ആ ഫ്രേസ് വരുന്നത് ഇൻ ദ കോർണർ. പിന്നെ ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. ദ ബേർഡ് ഫ്ലൂ ഹൈ, ഇത് ഉയരത്തിൽ പറന്നു. എവിടെ? അപ്പൊ ആഡ്വർബ് ഇൻ ദ ക്ലിയർ സ്കൈ ആണ് വരുന്നത്. എവിടെയാണ് പറന്നത്? ഇൻ ദ ക്ലിയർ സ്കൈ. ഇപ്പൊ പ്രിപ്പോസിഷനും ഉണ്ട്, പിന്നെ ആഡ്വർബ് ഫ്രേസ് ഓഫ് പ്ലേസ് ആണ് ഇവിടെ വരുന്നത്, അല്ലെ? എവിടെയാണ് പറന്നത്? ഹൈ ആയിട്ട് എവിടെ പറന്നത്? അപ്പൊ ഇൻ ദ ക്ലിയർ സ്കൈ. അപ്പൊ ഇന്ന അവിടെ പ്രിപ്പോസിഷൻ ഇടുന്ന അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ അതിന്റെ ആൻസർ വരുന്നതാണല്ലോ, ദ ബേർഡ് ഫ്ലൂ ഹൈ, എവിടെയാണ് ഉയർന്നു പറന്നത്? ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. അപ്പൊ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ ആണ്. അവിടെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിന് ക്ലിയർ മീനിങ് ഉണ്ട്. അവിടെ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞ ആഡ്വർബ് ഫ്രേസിൽ അവിടെ ഒരു സബ്ജക്റ്റോ വേർബോ വേറെ ഒന്നുമില്ല. അതാണ് ഉദ്ദേശിച്ച കേട്ടോ. ഫ്രേസ് നോ സബ്ജക്റ്റ് ആൻഡ് നോ വേർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രേസിന്റെ കാര്യം പറഞ്ഞത്, ഫ്രേസ് മാത്രമുള്ള അതിന്റെ കാര്യം. ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ ആണ് അവിടെ ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. നേരത്തെ ഇൻഫിനിറ്റിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട്, ഇൻഫിനിറ്റ് അത് മൂന്നാമത്തെ തരം. ഇപ്പൊ ആഡ്വർബ് മനസ്സിലായി, പ്രിപ്പോസിഷൻ ഫ്രേസ് വെച്ചിട്ട് നമുക്ക് പിന്നെ മൂന്നാമത്തെ തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞത്, ഇൻഫിനിറ്റ് ഫ്രേസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് ഇൻഫിനിറ്റ് ഫ്രേസ് ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് ഫ്രേസ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ, എന്നാലും നമുക്ക് ആഡ്വർബ് ഫ്രേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻഫിനിറ്റ് ഫ്രേസ് എന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ വേർബ് ഫോം ബിഗിൻ വിത്ത് TO ട്രൂ എന്ന് പറഞ്ഞ് ഉള്ള ഫ്രേസ് ഉണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് ഫ്രേസ് ആണ്. അപ്പൊ അത് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. കണ്ടുപിടിക്കുക ഇൻഫിനിറ്റ് ഫ്രേസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്, ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ് പ്രാക്ടീസ് എവരി ഡേ. ഇതിൽ വേർബ് വരുന്നത് പ്രാക്ടീസ് എവരി ഡേ. പ്രാക്ടീസ് എവരി ഡേ ഞാൻ എന്നിട്ടാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എന്തിന്? ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ ഇൻഫിനിറ്റ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ടു അവിടെ TO ആണ്. ആ ഇൻഫിനിറ്റ് ഫ്രേസ് അവിടെ 2 കാണും. അതാണ് ഇൻഫിനിറ്റ് ഫ്രേസ്. ആ ഇൻഫിനിറ്റ് ഫ്രേസ് ആണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മൂന്നാമത്തെ യുവർ റൈറ്റിംഗ് സ്കിൽസ്, അതാണ് ആഡ്വർബ് ഫ്രേസ്. അത്രയും വേണം. അതാണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ് അത്രയും വരും ഇൻഫിനിറ്റ് ഫ്രേസ് ആവുമ്പോൾ. പിന്നെ വേറെ എക്സാമ്പിൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ്, ഹി വെന്റ് ടു ദ ജിം
to work out. അപ്പൊ എവിടെ പോയി എന്നാണ്. he went to the gym to work out. എവിടെ പോയി? to the gym. അതാണ് അവിടെ ഇതായിട്ട് വരുന്നത്. എന്താണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. I need to go to buy some vegetables. I need to go to buy some vegetables. To buy some food. Sorry. I need to go to buy some food. അതാണ് സെന്റൻസ്. അപ്പൊ I need to go. എനിക്ക് പോകാൻ ആവശ്യമുണ്ട്. എന്തിന്? To buy some food. അപ്പൊ to buy some food ആണ് അഡ്വർബ് ഫ്രേസ്. ഇൻഫിനിറ്റ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ടു ഉണ്ട് അവിടെ. അപ്പൊ to buy some food ആണ് ഇൻഫിനിറ്റ് ഫ്രേസ്. അപ്പൊ to buy some food ആണ് അഡ്വർബ് ഫ്രേസ് ആയിട്ടും വരുന്നത്. അത് 3 തരത്തില് നമുക്ക് നോക്കാവുന്നുള്ളൂ. നമുക്ക് എക്സാമിന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു സെന്റൻസ് തന്നിട്ട് ഇതിൽ അഡ്വർബ് ഫ്രേസ് എന്താന്ന് പറയാം. അത് മിക്കവാറും ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. ഇതിൽ അഡ്വർബ് ഫ്രേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലി കെയർഫുള്ളി. ഇങ്ങനത്തെ സിമ്പിൾ സെന്റൻസ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. നമ്മള് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്രയൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതെല്ലാം കൂടി അങ്ങ് ഇത് ചെയ്യണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. മിസ് ഓൾറെഡി പറഞ്ഞു. സിമ്പിൾ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയല്ലോ. ദ ബോയ് റാൻ വെരി ക്വിക്ക്ലി. ഇതിൽ അഡ്വർബ് ഫ്രേസ് എന്താണ്? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതില് അഡ്വർബ് ഫ്രേസ് വേർബ് റാൻ ആണ്. അപ്പം അതിനെ സ്പെസിഫൈ ചെയ്യുന്ന 2 വേർഡുകളുണ്ട്. വെരി ക്വിക്ക്ലി. ഇതാണ് അഡ്വർബ് ഫ്രേസ്. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് ഇങ്ങനത്തെ ഒക്കെ വരത്തുള്ളൂ. മറ്റേത് ജസ്റ്റ് ഒന്ന് നമ്മള് ഇത് അഡ്വർബ് പറയുമ്പോ അഡ്വർബ് ഫ്രേസ് പറയുമ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ഇതാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിൽ ചിലപ്പോൾ ഉണ്ട് കേട്ടോ. 8th മോള് 8th പഠിക്കുന്നത്. അപ്പം 7th 8th അഡ്വർബ് ഫ്രേസുകൾ ഉണ്ട്. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അവർക്കൊക്കെ. ലിൻഷി ഇൻഫിനിറ്റ് പ്ലേസ് ജസ്റ്റ് എ വേർഡ് മീനിങ് എന്ന് പറഞ്ഞോ. വേർഡ് സെന്റൻസോ I need to go to buy some food. അതില് ടു ആണ് ഇൻഫിനിറ്റ്. ഞാൻ പറഞ്ഞില്ല ഇൻഫിനിറ്റ് ഫ്രേസ് എന്ന് വെച്ചാൽ അതിൽ ടു കാണുന്നു. അപ്പൊ ടു ബൈ സം ഫുഡ് ആണ് അതിന്റെ ഇൻഫിനിറ്റ് ഫ്രേസ് വരുന്നത്. ആ ഇൻഫിനിറ്റ് ഫ്രേസ് അഡ്വർബ് ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേറെ വേർഡ് ഉണ്ടോ നോക്കട്ടെ. അല്ല എക്സാമ്പിൾസ് അല്ല. ഇൻഫിനിറ്റ് പ്ലേസിനെ ഞാൻ എഴുതിയില്ലല്ലോ. വേർഡ് ബിഗൈൻ അങ്ങനെ എന്തോ പറഞ്ഞില്ലല്ലോ. അതാണ് ചോദിച്ചത്. A verb begin with to. ഒന്നും കൂടി നോക്കാം. വേറെ എക്സാമ്പിൾസ്. ദി verb began with to അല്ല അതല്ലേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അതെ. ഓക്കേ താങ്ക്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഉണ്ടല്ലോ. ഞാനൊരു എക്സാമ്പിൾ കൂടി നോക്കട്ടെ. എക്സാമ്പിൾസ് വേറെ കിട്ടുമോ? ഇതിന്റെ വേറെ എക്സാമ്പിൾസ് കിട്ടുമോ നോക്കാം. ഓക്കെ. Okay. അല്ലെങ്കിൽ മാഡത്തിനോട് തന്നെ പറയാൻ പറ്റും. ഓക്കെ. പറയൂ എന്താണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. രാം ഈസ് വർക്കിംഗ് വെരി ഹാർഡ് ടു ഏൺ മോർ മണി. അതില് ടു ഏൺ മോർ മണി ആണ് അഡ്വർബ് ഫ്രേസ് വരുന്നത്. അല്ലെങ്കിൽ രാജു ഈസ് വർക്കിംഗ് വെരി ഹാർഡ്. രാജു ഈസ് വർക്കിംഗ് വെരി ഹാർഡ് ടു ഏൺ മോർ മണി. അവിടെ ടു വന്നില്ല. ടു ഏൺ മോർ മണിയാണ് അവിടെ ഇൻഫിനിറ്റ് ഫ്രേസ് ആയിട്ട് വരുന്നത്. അത് അഡ്വർബ് ഫ്രേസ് ആണ്. ടു ഏൺ മോർ മണി. മാം പിന്നെ
എന്താണ് കഴിഞ്ഞോ? ആ അതുപോലെ ടു ക്ലീൻ കിച്ചൺ യൂട്ടൻസിൽ അല്ലെങ്കിൽ ടു ഗോ ഓൺ ഹോളിഡേ, അതൊക്കെ ഇത് വരും ആഡ്വർബ് ഫ്രേസുകൾ ടു വെച്ചിട്ടുള്ളത്. ടു വാക്ക്, ടു പ്ലേ, ടു വാക്ക് എവരിഡേ, അങ്ങനത്തെ ഒക്കെ. ഓക്കെ, ഓക്കെ മാം. കംപ്ലീറ്റ് ആയോ? ഫ്രേസ് കംപ്ലീറ്റ് ആയോ? ആ ആഡ്വർബ് ഫ്രേസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമ്മൾ ആഡ്വർബ് ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക. ഓക്കെ ഓക്കെ, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അവര് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയാൻ റെഡി ആയിരിക്കണം. ഞാൻ ചോദിക്കുന്ന പോലെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ പറയാൻ റെഡി ആയിട്ടിരിക്കണം, കോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. എല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത് ഇതെല്ലാം പഠിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, പിന്നെന്താണ്, ക്ലാസ് എടുക്കുന്നുണ്ട്, നന്നായി എടുക്കുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നില്ല, ലാസ്റ്റ് കഴിയുമ്പോ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നേ. ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ പറയാം. സോ അതിന്റെ പേര് മാം ഒരു കാര്യം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആഡ്വർബ് ഫ്രേസിന്റെ എക്സാമ്പിൾസ് എല്ലാവരും ഒരു മിനിമം 10 സെന്റൻസ് എഴുതി കൊണ്ടുവരാൻ പറയാമോ? ടീച്ചർ പറയും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് വേണ്ട, മൂന്ന് ടൈപ്പ് വെച്ചിട്ടുള്ളത്. ഏത് ആഡ്വർബ് ഫ്രേസുകൾ കേട്ടോ. ആഡ്വർബ് പ്ലസ് ആഡ്വർബ്, അതിന്റെ പ്രിപ്പോസിഷണൽ ഫ്രേസ് വെച്ചിട്ടുള്ള ആഡ്വർബ്, അതിൽ ഇൻഫിനിറ്റീവ് ഫ്രേസ് വെച്ചിട്ടുള്ള ആഡ്വർബ്. ഈ മൂന്നിനെ ബേസ് ചെയ്തിട്ട് മിനിമം ടോട്ടൽ 10 എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എഴുതിയിട്ട് കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ എല്ലാം ക്ലിയർ ആവും. എന്നിട്ട് എല്ലാവരും വായിക്കുക. ഇതില് അണ്ടർലൈൻ ചെയ്യുക ആഡ്വർബ് ഫ്രേസുകൾ. സെന്റൻസ് ചെയ്തിട്ട് ആഡ്വർബ് ഫ്രേസ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ആഡ്വർബ് ഫ്രേസുകൾ ഒരു സെന്റൻസ് വായിച്ചിട്ട് അതിന്റെ ആഡ്വർബ് ഫ്രേസുകൾ പറയുക എല്ലാവരും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് ടീച്ചറായിട്ട് പറയണം കേട്ടോ. അങ്ങനെ ടീച്ചറായിട്ട് തന്നെ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് നാളെയാണോ? നാളെയാണോ നെക്സ്റ്റ് ക്ലാസ് നാളെയാണ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാവേ. ടൈം ആയല്ലോ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈനോട്ട് പറയാം. സൈനോട്ട് പറയാൻ ആരുമില്ല. താങ്ക് യു. ഞാൻ തന്നെ പറയാം. താങ്ക് യു മാം ടു ഗിവ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് ഓർ നോട്ട് ടീച്ച്, ടു ഷെയർ മൈ teaching thoughts to all my dear friends, and thank you all my dear friends to listen to me. Thank you. Have a good day. ടീച്ചർ എന്ന് ആര് പറഞ്ഞു? ടീച്ചറിയാണ്, നോട്ട് ഷെയർ. ഓക്കെ, so thank you all. See you on next class. Okay, bye.